കൂറുമാറി എന്ന് പറയുന്ന സാക്ഷികൾ എല്ലാം ദിലീപിന്റെ ആൾക്കാരാണ്. ഭീഷണികൾ ഉണ്ടായിരുന്നു, ഭീഷണി കത്തുകൾ ഉണ്ടായിരുന്നു. ഭയങ്കരമല്ല ഭീഷണി എന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് എന്നെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റില്ലാത്തൊരു ഭീഷണിയാണ് അത്. ഭയങ്കര കൂടോത്രങ്ങളുണ്ട് ഇവര്. കൂടോത്രം ചെയ്യാറുണ്ടായിരുന്നു. മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു രൂപ ആകെ പൃഥ്വിരാജ് മാത്രമാണ്. കോടതികളൊക്കെ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ സംശയാതീതമായി തെളിയണം. സംശയത്തിന്റെ നിഴലിൽ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. പക്ഷെ സത്യസന്ധമായി ഈ കാര്യത്തിലുള്ള ആളുകൾ രക്ഷപ്പെടില്ല. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. 8.5 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ ഇരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ മണിക്കൂറുകൾ മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ, ഒരു ആന്തലികട് കയറി. വിധി അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തില് മലയാളികളായിട്ടുള്ള ആളുകളെല്ലാവരും ലോകത്ത് എവിടെ ഇരിക്കുകയാണെങ്കിലും അവരെല്ലാവരും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെ, വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇപ്പം ഈവൻ രാഹുൽ ഈശ്വരി ഒരു ചർച്ചയിൽ പോരും. ഇപ്പം ഈവൻ ആള് ഡിക്ലെയർ ചെയ്യാണ് ഞാൻ ദിലീപ് അനുകൂലിയാണ് അല്ലെങ്കിൽ പുരുഷ അനുകൂലിയാണെന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്ന രാഹുൽ ഈശ്വർ പോലും എല്ലായ്പ്പോഴും പറയുന്നത് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ്. അപ്പം ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറയുമ്പോൾ 2 ഘട്ടങ്ങൾ. ഇത് ഫസ്റ്റ് ഘട്ടം ഉണ്ടായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണം. ഫസ്റ്റ് ഘട്ടത്തിൽ ഫൈനൽ ചാർജ് കൊടുക്കുമ്പോൾ ഈ 8ാം പ്രതി എന്ന് പറഞ്ഞ ആളില്ല. അല്ലാതെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് എക്സിക്യൂഷനിൽ പങ്കാളികളായിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട ആളുകൾ മാത്രമാണ് അതിൽ ചാർജ് കൊടുക്കപ്പെടുന്നത്. എന്നിട്ട് പിന്നെ ഈ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് 8ാം പ്രതിയായിരിക്കുന്ന ദിലീപ് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയാണ് സെക്കൻഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നടക്കുന്നത്. ആ പരാതിയിൽ ജയിലിൽ നിന്നും ഈ കേസിലെ 1ാം പ്രതി എന്നെ വിളിച്ച് നിരന്തരം ശല്യം ചെയ്യുന്നു, അതിനൊരു നടപടി ഉണ്ടാവണം എന്ന് പറയുകയാണ്. അപ്പോൾ ജയിലിൽ നിന്നും ഈ നാട്ടിൽ എന്തോരം ആൾക്കാരുണ്ട്. അപ്പോൾ നേരത്തെ മുതൽ ഈ കേസിൽ ദിലീപിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള ഒരു സംസാരം നാട്ടിലാകെയുണ്ട്. അതെ, അതിന് പല ആളുകളും സമ്മർദ്ദം ചെലുത്തി, സർക്കാരിനെയും ഒക്കെ സമ്മർദ്ദം ചെലുത്തി ഈ പ്രതി ഉൾക്കൊള്ളാതെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ്. അതിന് പല കഥകൾ ഇതിൽ, കഥയല്ല സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങൾ ഇതിലുണ്ട്. കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് ഈ ദിലീപിനെ ഇതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ എന്തോ വിദേശ ടൂറിന് വേണ്ടി അദ്ദേഹം പോകുന്നു, ചാർജ് കൊടുക്കുന്നു. അപ്പം ഇനി അയാളില്ലല്ലോ. അപ്പോൾ ഈ അന്വേഷണം നടത്തണമെന്നുള്ളൊരു പരാതി ചെയ്തു. ആ പരാതി അന്വേഷിക്കുമ്പോൾ ഇത് പ്രകൃതിയുടെ ഒരു കയ്യൊപ്പ് ഈ കേസിലുണ്ടെന്ന് പറയുന്നതാണ്. ആ പരാതി അന്വേഷിക്കുമ്പോൾ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന DGP അദ്ദേഹത്തിന് സെൻകുമാർ കൊടുത്ത കേസിൽ DGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റുന്നു. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് നടപടി ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. ഈ 3 ദിവസം ബെഹ്റ ആ സീറ്റിലില്ലാണ്ടാവും. മനസ്സിലായില്ല. അപ്പോൾ ബെഹ്റ ഇത് ഫോർവേഡ് ചെയ്യണം, അന്വേഷിച്ച് നടപടി എടുക്കാൻ പറഞ്ഞാൽ IG-ക്ക് ഫോർവേഡ് ചെയ്യണം. IG നേരെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കൊടുക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നേരെ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ ഈ A1-നെ പൾസർ സുനിയെ കാണുന്നു. പൾസർ സുനിയെ കാണുമ്പോൾ പൾസർ സുനി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് തെളിവ് വേണ്ടേ? CCTV പരിശോധിക്കുന്നു. സാധാരണ രീതിയിൽ CCTV 60 ദിവസത്തിന് മാറ്റും ജയിലിൽ CCTV. ഇപ്രാവശ്യം കോവിഡ് ആയതുകൊണ്ട് അത് മാറ്റിയില്ല. ആ ഡേറ്റിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ വരുന്ന ആ ഡേറ്റിലെ CCTV ദൃശ്യങ്ങൾ ആർക്ക് കിട്ടുന്നു? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കിട്ടുന്നു. അതിൽ ഉള്ള തെളിവുകൾ വെച്ചാണ് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതെ, മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയുടെ ഒരു കയ്യൊപ്പ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. 2ാമത്തെ സെക്ടറിൽ വരുമ്പോൾ ബാലേന്ദ്രകുമാർ വരുന്നു. ബാലേന്ദ്രകുമാർ ആളുടെ അത്രയും ദീർഘകാലം പറയാതിരുന്നിട്ട് വളരെ പ്രധാനപ്പെട്ട പല തെളിവുകളുമായി തെളിവ് കൺസോളിഡേറ്റ് ചെയ്ത് ആ തെളിവ് അയാൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. മുഖ്യമന്ത്രി അത് പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ട് നേരെ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. പിന്നെ ആർക്കും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല.
അയാളിൽ നിന്ന് എടുക്കുന്ന തെളിവുകൾ അതിനേക്കാളേറെയാണ്. അതെ, അതിനേക്കാളേറെയാണ്. അപ്പോൾ ഒരു കോൺസ്പിരസിയിൽ തെളിവ് വളരെ അപൂർവമാണ്, നേരിട്ടുള്ള തെളിവ്. നമ്മുടെ പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ വൻ മറ്റേ എന്താ പറയുക ഈ അധോലോക കൊലപാതകങ്ങൾ, അതിലൊന്നും ഈ കോൺസ്പിരസി നടത്തുന്ന പ്രധാനപ്പെട്ട ആളിലേക്ക് ഒരിക്കലും അന്വേഷണം പോവില്ല. അതെ, അതാണ് ഈ കോൺസ്പിരസിയുടെ പ്രശ്നം. 120B CRPC അല്ല IPC ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാഹചര്യ തെളിവുകളാണ് പിന്നെ വരുന്നത്. അപ്പം അതിലൊരു വേറെ പോസിറ്റീവ് ഘടകമുണ്ട്. കോൺസ്പിരസിയിൽ തെളിവുകൾ ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ അതിൽ വളരെ പ്രധാനമാണ്. സാഹചര്യ തെളിവുകൾക്കനുസരിച്ച് ശിക്ഷിക്കാം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു പ്രതി റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് ഞാൻ ഇത് ചെയ്തതാണെന്നും ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്നും ഇൻ്റർവ്യൂ കൊടുക്കുക. അത് ലോകം മുഴുവൻ കാണല്ലേ, അതിൻ്റെ തെളിവുകളടക്കം അയാൾ പറയാണ്. അപ്പോൾ ഈ വിക്ടിമ് ഈ റേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കിത് ചെയ്യാതിരുന്നുകൂടെ, അതെനിക്കൊരു കൊട്ടേഷനാണെന്ന് പറയുകയും നിങ്ങൾക്കിത് ചെയ്യാതിരുന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഈ ക്യാമറ എന്നോടൊപ്പമുണ്ട്, ഞാനിത് ചെയ്യാതെ എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല, അവരെന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ, അത് കൊട്ടേഷൻ. അതായത് നമ്മൾ കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കും, പക്ഷെ റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ വെച്ചാൽ ആ സ്ത്രീനെ ഇപ്പം ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. വെച്ച് കഴിഞ്ഞാൽ അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്തൊരാൾ. അതിനുശേഷം ഈ സ്ത്രീക്ക് ഈ ഒന്നാം പ്രതിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുള്ള പരത്തിലാണ് ഏറ്റവും പ്രശ്നമുള്ള കാര്യം. ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇയാൾക്കാണെങ്കിൽ പണവും ഒരുപാട് സ്വാധീനവും ഈ അമ്മയിലും മറ്റ് സംഘടനകളിലുമുള്ള അയാളുടെ സ്വാധീനം, സിനിമാ മേഖലയിൽ ആകെയുള്ള നിർമ്മാണം, സംവിധാനം, എല്ലാത്തിനും അവളെല്ലാ സ്വാധീനവും ഉപയോഗിച്ച് അയാൾ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ പൾസർ സുനിയും ഈ വിക്ടിമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ആക്ച്വലി. അതെ, എന്നുവെച്ചാൽ ഒരു ദിവസം, അതായത് ലാലിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം അയാൾ മനഃപൂർവ്വം എടുക്കുന്നതാണ് ഈ ഡ്രൈവർ പണി. ഗോവയിൽ ഷൂട്ടിങ്ങിൻ്റെ അവസാന സമയത്ത് അവിടെ ലാൽ ക്രിയേഷനിലെ ഡ്രൈവർ എന്ന നിലയിൽ അയാളെ ചുമതലപ്പെടുത്താം. അതും ആ കാറിലല്ല വിക്ടിം പോണത്. ഇയാളത് ചുമതല ഏൽക്കുന്നത് ഗോവയിൽ വെച്ചിട്ട് ഇത് ചെയ്യാനായിരുന്നു. ഗോവയിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ അതിദാരുണമായിപ്പോയനെ, ആ കുട്ടിക്ക് ആരും ഇല്ലാതായിപ്പോയനെ. അതെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണിത്. അവിടെ പോയി ആള് അതിനുവേണ്ടി അവിടെ പോകുന്നു, ഒറ്റ ദിവസം അവിടെ നിൽക്കുന്നത്. പക്ഷെ ഒരു ഡ്രൈവർ ഇപ്പോൾ ഇയാളെ കണ്ട് എനിക്ക് പിന്നീട് തിരിച്ചറിയാലോ, ഒരു ദിവസമാണെങ്കിലും നമ്മൾ തമ്മിൽ കാണുന്നില്ലേ, അപ്പോൾ ആ മുഖപരിചയം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഡേറ്റിൽ ആ പെൺകുട്ടിക്ക് അത് അയാളെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പറഞ്ഞുണ്ടാക്കിയത് എന്തായിരുന്നു? പറഞ്ഞുണ്ടാക്കിയത് അതായത് ജഡ്ജിമാരുടെ ഇടയിൽ, വക്കീലന്മാരുടെ ഇടയിൽ, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, ഏറ്റവും ടോപ്പായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ ട്രോമയിൽ 5 വർഷം, മാത്രമല്ല വിവാഹം കഴിഞ്ഞു, അവർ വേറെ നാട്ടിൽ പോയി, അങ്ങനെയുള്ള സംഭവം. പക്ഷെ അതിൻ്റെ ഒരു കരുത്താണ് സത്യത്തിൽ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അവരുടെ ഒരു കരുത്ത്, അല്ലെങ്കിൽ ഈ കേസ് എപ്പോഴേ ഇട്ടിട്ട് പോയേനെ. അതെ, പറയാതിരിക്കും. ഞാൻ കേസ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാ, സെറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പം സെറ്റിൽ ചെയ്യണം, ഞാൻ എടുത്താൽ പിന്നെ സെറ്റിൽ ചെയ്യരുത്. അത് നമ്മളുടെ ഇപ്പം ഞാൻ ഹേമ കമ്മിറ്റിയിൽ അത് മുഴുവൻ ഏറ്റെടുത്ത് അവരെല്ലാവരും ഇട്ടിട്ട് പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വെറും ഗോപിയല്ലേ. അതെ, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പം അത്രയും പ്രശ്നങ്ങളിലൂടെ ആ കുട്ടി കടന്നുപോയി. പക്ഷെ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ, ഞാൻ വളരെ കുറച്ചാളുകൾ ഒഴിച്ച്, ദിലീപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, അവരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും എന്നേക്കാൾ ടെൻഷൻ അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേസ് എന്തായി എന്താണെന്ന് പറയാൻ. വിധി വരുമ്പോൾ നിമിഷങ്ങൾ അടുക്കുന്തോറും കേരളം ആകെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതെ, തീർച്ചയായും, ഉറപ്പായിട്ടും. ഈ മണിക്കൂറുകൾ സ്ത്രീകള് ഞാൻ എവിടെ പോലും ആൾ തന്നെ ഐഡന്റിഫൈ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ രഹസ്യമായി ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ കേസിൽ 28ഓളം, എനിക്ക് ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ 28 സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത്. ഇതിലെല്ലാം ദിലീപിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതിലൊരു കാര്യവുമില്ല. കാരണം ഈ കൂറുമാറി എന്ന് പറയുന്ന സാക്ഷികൾ എല്ലാം ദിലീപിന്റെ ആൾക്കാരാണ്. ദിലീപിന്റെ ഭാര്യ, ദിലീപിന്റെ അനിയൻ, ദിലീപിന്റെ പെങ്ങള്, ദിലീപിന്റെ അളിയൻ,
ദിലീപിൻ്റെ സന്തത സഹചാരി, ഡ്രൈവർ, ദിലീപിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ദിഖ്. പക്ഷെ ഇവരൊക്കെ പിന്നീട് ഇപ്പൊ വിധി വരണേൽ മുന്നേ അവർ അനുഭവിച്ചല്ല അല്ലേ. ഏറ്റവും അവസാനം രാഹുൽ ഈശ്വരി സാക്ഷിയല്ല, ഒരു കാര്യമില്ലാത്ത. അതെ. അപ്പോൾ ഞാനെപ്പോഴും പറഞ്ഞത് പ്രകൃതി ഒരു കയ്യൊപ്പുണ്ടത്. തീർച്ചയായും അതിൽ സന്തോഷവും തോന്നുന്നുണ്ട്. കാരണം അവരൊന്നും ഇതിൽ പ്രതികളല്ലല്ലോ. ഇടവേള ബാബു ആൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം, സിദ്ദിഖ് ആൾക്കറിയാം. അതെ, ഇതിനെല്ലാം മൗന അനുവാദം മനുഷ്യരുണ്ടല്ലോ. അവരെല്ലാവരും പറയണ എന്താന്നിട്ട് ഞങ്ങൾ വിക്ടിമിന്റെ കൂടെയാണ്. ഒരിക്കലെങ്കിലും ഈ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള ഏതെങ്കിലും ഒരാൾ ഈ പെൺകുട്ടിയുടെ കൂടെയാണ് ഞങ്ങളെന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതല്ലേ. അതിൽ പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും ദാരുണമായ ഒരു കുഴപ്പമുണ്ടാവണം. അത് ആരും ആയിക്കോട്ടെ, അയാൾ കൾപ്രിറ്റാന്ന് കണക്കാക്കപ്പെടണ്ടേ? അതെ, ഉറപ്പായിട്ടും. അവർ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല. പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും. ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കോടതികളൊക്കെ ഇപ്പൊ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ സംശയാതീതമായി തെളിയണം. സംശയത്തിന്റെ നിഴലിൽ ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം. പക്ഷെ സത്യസന്ധമായി ഈ കാര്യത്തിലുള്ള ആളുകൾ രക്ഷപ്പെടില്ല. അതെ. അപ്പോൾ ഇതിൽ ഈ ഹൈക്കോർട്ടിലെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു. ആ സമയത്തും എനിക്ക് തോന്നുന്നു അതിജീവിത അനുഭവിച്ച മെന്റൽ ട്രോമ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നല്ലാണ്ട് അറിയുമ്പോ നമ്മൾ അത് വേറൊരു റേപ്പാണ്. അത് ആര് നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റേപ്പ് ചെയ്യാന്ന് പറയുന്നതാണ്. മനസ്സിലായ? അത് റിഗ്രറ്റ് ചെയ്യപ്പെടണേയില്ല. വെച്ചാൽ കോടതിയിൽ വിശ്വസിച്ച് ബന്ധം, ഇതൊരു കളവ് കേസല്ല. ഇതൊരു പെൺകുട്ടിയുടെ ലൈഫുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അതിൽ റേപ്പ് ചെയ്യണ സീനാണ് അതിലുള്ളത്. അത് വിറ്റ് കാശാക്കാൻ വേണ്ടിയായിരുന്നല്ലേ ഈ പരിപാടി നടത്തിയത്. ഇവരെ ഉപദ്രവിക്കുന്നതോടൊപ്പം ഇത് വിറ്റ് കാശാക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. സുനി പറഞ്ഞില്ലേ? അതെ അതെ, മനസ്സിലായി? വിറ്റ് കാശാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേസിൽ അത്രയും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ചെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, നെഞ്ചിന്റെ അകത്തിലെ, അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ 30 വർഷം, ഇപ്പൊ ഈ ജനുവരിയിൽ 30 വർഷമാവും എൻ്റെ പ്രാക്ടീസ്. ഞാൻ ഒരിക്കലും കോടതികളുമായി ശണ്ട കൂടാൻ പോയിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാനിതിന് കോടതികളുമായി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആകെ ജനങ്ങൾക്ക്, ഇതുപോലുള്ള ആളുകൾക്ക് വന്ന് നീതിക്ക് വേണ്ടി പോരാടാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം അതാണ്. അത് വിശ്വാസ്യമല്ല എന്ന് വരുന്നത് ജുഡീഷ്യറിക്ക് തന്നെയാണ് നാണക്കേട്. ആ ജുഡീഷ്യറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളുടെയും ചുമതല. പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യണത്. അല്ലാണ്ട് ജുഡീഷ്യറിനെ മോശമാക്കാനല്ല, അതിൽ നിന്ന് ആ കരട് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കേസിന് അപ്പിയർ ചെയ്യുമ്പോഴും പ്രതിഭാഗം വക്കീൽ പറയും, ഈ അഡ്വക്കേറ്റ് ഇതേ ചർച്ചയിൽ പോയി ഇന്നത് പറഞ്ഞു. അതാണ് തെളിവ് പ്രധാനമായും, വേറെ തെളിവുകളൊന്നുമില്ല. എനിക്കെതിരെ പറയാനാണ് പ്രധാനമായും കോടതിയിൽ വരുന്നത് അവർ. ഞാൻ അത് പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനും കോടതിയും തമ്മിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കാന്നുള്ളതാണ്. പക്ഷെ ഒറ്റ കോടതികളും അതിൽ വീണ് പോയിട്ടില്ല കേട്ടോ. കാരണം 30 വർഷമായിട്ട് അവർക്കറിയാം ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ച് നടന്ന ആൾക്കാരാണ് പിന്നീട് ജഡ്ജിമാരാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് 3 പേര്. പിന്നെ എല്ലാവർക്കും അറിയുന്നവരാണ്. അവർക്കറിയാം ഒരു അഡ്വക്കേറ്റ് എങ്ങനെയുള്ളവരാണ്, ഒരു ഫ്രോഡാണോ, കളവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളോ, ജുഡീഷ്യറിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളാണ്, അവർക്കറിയാം. ഈ അഡ്വക്കേറ്റുമാര് സുഹൃത്തുക്കളുടെ ഇടയിലും അതുപോലെ തന്നെ അതിജീവിതയ്ക്കൊപ്പമുള്ള ബന്ധം തകർക്കാൻ പലരും ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇപ്പോഴും നടക്കാറുണ്ടോ? അതല്ല, അത് ആദ്യഘട്ടത്തിലേ, അതായത് എന്നെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളല്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരെന്നെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ഇത് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടേ. ഞാൻ വളരെ സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു കാര്യം ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ അതും പിടിച്ചു കിടക്കുന്ന ഒരാളാണ്. അങ്ങനെ എൻ്റെ സ്വഭാവം. സത്യമാണെന്ന് തോന്നിയാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കാറില്ല. എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ഞാൻ എടുക്കില്ല. അപ്പം ഇങ്ങനെ നിൽക്കുന്നൊരു സൊസൈറ്റിയിൽ ഞാനെയും അതിജീവിതേനും തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് അവിശ്വാസം ഉണ്ടാക്കിയിട്ട്, പിന്നെ ഈ മെമ്മറി കാർഡിൻ്റെ കേസ് വന്നപ്പോഴേ ഇവിടെ ഇലക്ഷൻ നടക്കാൻ ഞാനൊരു പക്ഷത്ത് നിൽക്കുന്ന ഒരാളല്ലേ.
ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മെമ്മറി കാർഡായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ പറയാൻ പറ്റുള്ളൂ, വേറെ ആർക്കെതിരെ പറയാൻ പറ്റില്ല. അതാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജൂറിസ്ഡിക്ഷനുള്ള സ്ഥലം. അപ്പം അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ശരിക്കും സാമൂഹ്യമായി തന്നെ വലിയ വിഭാഗം ആളുകളിൽ നിന്നും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരായി നിന്നിരുന്ന, ഏറ്റവും വലങ്കൈ ഇടങ്കൈയായിട്ട് നിന്നിരുന്ന ആൾക്കാർ വരെ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ മാത്രം മാറാതെ ഇങ്ങനെ നിന്നോളൂ. ഭീഷണി ഉണ്ടായിരുന്നു, ഭീഷണി കത്തുകൾ ഉണ്ടായിരുന്നു. ഭയങ്കരമല്ല ഭീഷണി എന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് എന്നെപ്പോലെ ഒരാൾക്ക് പറയാൻ പറ്റില്ലാത്തൊരു ഭീഷണിയാണത്. ഈ ത്രട്ടറിങ് മാത്രമല്ലായിരുന്നു, നമ്മളെ സാമ്പത്തികമായും അല്ലാതെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഭയങ്കര കൂടോത്രങ്ങളുണ്ട്. കൂടോത്രം ചെയ്യാറുണ്ടായിരുന്നോ? എൻ്റെ അടുത്ത് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരതൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കെതിരായിട്ട്. അത് എത്ര ഫലിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആരോഗ്യകരമായും നിൽക്കാനൊന്നും പറ്റാത്ത നിലയിലാക്കാനേ ഒരാൾക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റണ്ടേ. വിക്ടിമിനെ സംബന്ധിച്ച് വിക്ടിമിനെ ഞങ്ങൾ ഒഴിവാക്കിയായിരുന്നു. വിക്ടിം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ അനുഭവിച്ച 4 വർഷം അനുഭവിച്ച ട്രയലും പ്രശ്നങ്ങളിലും ഞങ്ങൾ വിക്ടിമിനെ ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെ ഫ്രീ ആക്കി നമ്മൾ വിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തൊരു കാര്യം. നമ്മൾ അവരെ റിലീവ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോവുക, പൊതുസമൂഹത്തിൽ അവർ വരിക. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്ത് എല്ലാ നീറ്റിലും ഞങ്ങൾ അനുഭവിച്ച്. ഞാൻ മാത്രമല്ല, ഞങ്ങൾക്കൊരു ടീം ഓഫ് ആൾക്കാരുണ്ട്. PP ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, പിന്നെ അതിന് സഹായിക്കുന്ന കുറച്ച് ആൾക്കാർ. ഞങ്ങൾ മാത്രമായിരുന്നു ലോകം. എനിക്ക് പൊതു ലോകമേ ഉണ്ടായിരുന്നില്ല. ചാനലുകാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റില്ല, ഞാൻ ഒന്നിനും പോകാറില്ല. എത്രയോ സുഹൃത്തുക്കൾ മാധ്യമ പ്രവർത്തകർ പിണങ്ങിയിട്ടുണ്ട്. എനിക്ക് പോകാൻ സമയമില്ല, എന്നെ വിളിച്ചാൽ കിട്ടണില്ല, അങ്ങനെയൊക്കെ പരാതി ഇപ്പോഴും ഉണ്ട്. ഇപ്പം 12-ാം തീയതിയോടുകൂടി അതൊക്കെ 8-ാം തീയതിയോടുകൂടി തീരുന്നു വിചാരിക്കുക. അപ്പോൾ ഈ കേസിൽ വളരെ നിർണായകമായൊരു പങ്കാളിയായിരുന്നു മഞ്ജു വാര്യരും. അവര് എനിക്ക് തോന്നുന്നു ദിലീപ് സ്റ്റേജിൽ സദസ്സിലിരിക്കുമ്പോൾ ഇതിലൊരു കോൺസ്പിറസി തിയറി ഉണ്ട് എന്ന് പറഞ്ഞൊരാളാണ്. പിന്നീടും വിചാരണ ഘട്ടത്തിലും ഈ അന്വേഷണത്തിന്റെ ബാക്കി പുരോഗതിയിലും എല്ലാം അവർ ഇതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അവർ ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തെളിവുകളായിട്ടുണ്ട്. ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ല. 8-ാം തീയതി ഞാനത് പറയും. 8-ാം തീയതിക്ക് ശേഷം ഭയങ്കരമായ തെളിവ് തന്നിട്ടുള്ള ഒരാളാണ്. അത്രയും സപ്പോർട്ടീവായിട്ട് ആ പെൺകുട്ടിയോടൊപ്പം നിന്ന ഒരാളാണ് മഞ്ജു വാര്യർ. അവർക്ക് പലതും നഷ്ടപ്പെടും എന്ന് അറിഞ്ഞിട്ട് തന്നെ അവർ നിന്നത് നീതിക്ക് വേണ്ടിയിട്ട്. നീതിക്ക് വേണ്ടി മാത്രമല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ മാത്രമല്ല, അതിനൊപ്പം ഒരുപാട് സ്ത്രീകൾ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു ഇത്. അതിപ്പോൾ ഗീതു മോഹൻദാസ് ആയിക്കോട്ടെ, എല്ലാവരും, ഗീതു, പിന്നെ നമ്മുടെ രമ്യ, അവർക്കൊക്കെ ലൈഫ് പോയി, അവരുടെ പ്രൊഫഷൻ പോയി. പ്രൊഫഷണലി വലിയ WCC ഉണ്ടായപ്പോൾ WCCയോടൊപ്പം പോയ റിമ, പാർവതി, അങ്ങനെ വരുന്ന വലിയ ഒരു നല്ല കഴിവുള്ള ആക്ട്രസസ് എല്ലാവർക്കും ചാൻസ് നഷ്ടപ്പെട്ടില്ലേ? അതെ. ഈ കേസ് പരിഗണിക്കുമ്പോൾ ആകെ പൃഥ്വിരാജ് മാത്രമാണ് ഫസ്റ്റ് മുതൽ അതായത് പൃഥ്വിരാജാണ് വിക്ടിമിൻ്റെ കൂടെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച ഒരാൾ. മാറ്റി പറഞ്ഞിട്ടില്ല ആൾ. ശേഷം ആളൊരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഇവരുമായിട്ട് ചെയ്ത്. പക്ഷെ വേണ്ടത്ര സപ്പോർട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്ന് പറയും. കാരണം പൃഥ്വിരാജിന് ഈ വിക്ടിമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ഇവിടെ കൊടുക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു അഭിനയത്തിൻ്റെ, ആ പ്രൊഫഷനിൽ. പക്ഷെ അത് അവർ കൊടുത്തിട്ടില്ല. അതിനവർ ആരും ശ്രമിച്ചിട്ടില്ല. ഈ പൊതുസമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവർ നിന്നിരിക്കുന്ന ആ ഫീൽഡിൽ കൊണ്ടുവരണ്ടേ. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇതിലൊരു ലൈഫല്ലേ, അവർക്കൊക്കെ കൊടുക്കാമായിരുന്നു. അവരെ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, അവരെന്നെ സംവിധായകരായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവരഭിനയിക്കുന്ന പടങ്ങളിൽ ഈ കുട്ടീനെ സജസ്റ്റ് ചെയ്യാമായിരുന്നു. ചെയ്തില്ലല്ലോ. മറ്റു നടന്മാരും ചെയ്തിട്ടില്ല. അവരൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല. ആകെ കൊടുത്തെന്ന് പറയണത് നമ്മുടെ എൻ്റെ കാക്കയ്ക്ക് ഒരു പ്രേമുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ആര് കൊടുത്ത്? പിന്നെ ടോബിനോ ആണ് ഒരു അക്കോമഡേഷൻ കൊടുത്തത്. അത് കൊടുത്തിട്ടില്ല. ഈ കേസ് ലാലിന്റെ പിന്നെ സിനിമകൾ അങ്ങനെ വന്നിട്ടില്ല. ലാൽ ക്രിയേഷൻ. അതെ അതെ അതെ. ലാലും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ആദ്യം മുതൽ അല്ലേ? ലാലിന്റെ ഫാമിലി കംപ്ലീറ്റ് നല്ല രീതിയിൽ ലാസ്റ്റ് വരെ നിന്നു. ഫാമിലി ഉണ്ട്. കാരണം വെച്ചാൽ ലാൽ മാത്രമല്ല, ഫാമിലി മുഴുവൻ വിറ്റ്നസ് ആയിരുന്നു. അതെ അതെ.
ഈ കേസ് പരിഗണിക്കുമ്പോൾ 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല. അതിൽ കാര്യമില്ലെന്നേ. അതിപ്പോ എന്നാലും നമ്മള് ചില കാര്യങ്ങൾ ചെയ്യും. നന്മയുടെ അല്ല, ഒരു ധാർമ്മികതയുടെ ഒരു വശം. അല്ല, അത് അങ്ങനത്തെ ഒരു പോളിസിയിൽ നിന്നാണ് നമ്മൾ ചെയ്യണത്. പ്രതിഫലം വാങ്ങിക്കാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഞാൻ എന്തോരം കേസുകൾ കേട്ടിട്ടുണ്ട്. സൗമ്യ കേസ് ലാസ്റ്റ് നിമിഷം ഞാൻ ഇടപെട്ടിട്ടാണ് ഒരു ശിക്ഷ ഉണ്ടായത്. ഇഷ കേസിൽ ഞാൻ സ്വന്തമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇഷ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ പറവൂർ കേസ്, ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തത്. നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടേ ചെയ്തിട്ടുള്ളൂ. നമ്മളുടെ ഈ പ്രൊഫഷണലുണ്ട്. ഈ സൊസൈറ്റിയിൽ ചെറിയ വിഭാഗങ്ങൾക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ? അതെ. നമ്മൾ ഈ കേസിൽ 4 വർഷം ഞാൻ എൻ്റെ ട്രയലിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. ട്രയലിൽ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിരിക്കണം. പക്ഷെ ആരും വക്കാലത്ത് ഏറ്റെടുക്കണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അത് ഏറ്റെടുക്കായിരുന്നു. അതെ. അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നീതി ലഭിക്കണം. ചെയ്തിട്ടുള്ള അതിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം. അതെ, ഉറപ്പായിട്ടും പ്രതികൾക്ക് തക്ക ശിക്ഷ കിട്ടണം. ചെറിയ ശിക്ഷയൊന്നും അല്ല. കാരണം ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി അത്രത്തോളമാണ്. പറയും സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി പ്രതിനെ വെറുതെ വിട്ട ഞാൻ എന്ത് സത്യം ജയിച്ചു എന്ന് പറഞ്ഞ? അതെ, സത്യം ജയിക്കണില്ല, നീതിയും കിട്ടണില്ല. അതിൽ എനിക്ക് നല്ല ഉറപ്പാണ് അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം ഞങ്ങളുടെ തെളിവുകളെല്ലാം ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള കാര്യം. പിന്നെ ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ജഡ്ജാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അവർ തീരുമാനിക്കട്ടെ, നമുക്ക് അതിന് മുകളിൽ പോവാം, ഫൈറ്റ് ചെയ്യാം. അതെ, ശരി, താങ്ക് യു മാം.